ചേട്ടാ ഓ നമുക്ക് ഈ കുപ്പി മുറിക്കാൻ വല്ല വഴിയുണ്ടോ ചേട്ടാ? എന്തിണ്ടാ? നമുക്ക് കയറ്റിനെ ബ്രീഡ് ചെയ്യിപ്പിക്കായിരുന്നു ചേട്ടാ. ഓ അത് ശരിയാണല്ലോ, കിഡിൽ ഐഡിയ ഉണ്ട്. വാ നമുക്ക് അടുത്ത പണിപ്പുരയിലോട്ട് പോവാം. ഓക്കെ ബ്രോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ AK47 ടിപ്സ്. നിങ്ങൾ കുപ്പികൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഒരാളാണോ? നിങ്ങൾക്കായതൊരു കിഡിലായിട്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോവുകയാണ്. എങ്ങനെ ഈ കുപ്പി വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മുറിച്ചെടുക്കാം, അതിനായി നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പിലോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ബോട്ടിൽ കട്ടർ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത് നമ്മളൊരു കാർഡ്ബോർഡ് ബോക്സ് ആണ്. നമുക്ക് ഇത് ബേസ് ആയിട്ട് തടി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു 5 ആമ്പിയറിൻ്റെ ട്രാൻസ്ഫോമറാണ്. ഇതൊരു സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോമറാണ്. പിന്നെ നമ്മൾ എടുക്കുന്ന ഒരു അലുമിനിയത്തിൻ്റെ ഒരു പൈപ്പ്, ഒരു സ്ക്വയർ ഷേപ്പ് പൈപ്പാണ്. പിന്നെ നമുക്കൊരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു തെർമോക്കോള്. പിന്നെ വേണ്ടത് ഒരു റെക്ടിഫയർ യൂണിറ്റ്. പിന്നെ വേണ്ടത് ഒരു CPU ഫാന്. പിന്നെ വേണ്ടത് ഒരു നിക്രോം വയറാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതൊരു കാർഡ്ബോർഡ് ബോക്സിൻ്റെ നമ്മൾ ബാക്ക് സൈഡ് എടുക്കുക. ബാക്ക് സൈഡ് എടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ട്രാൻസ്ഫോമറിൻ്റെയും നമുക്ക് വയ്ക്കേണ്ട ഫാനിൻ്റെയും പൊസിഷൻസ് കറക്റ്റായി മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കേണ്ട രീതിയിലായിരിക്കണം നമ്മൾ അതിൻ്റെ പൊസിഷൻ മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ പ്ലേസ് ഫിക്സ് ആയി കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഫാനിൻ്റെ വയ്ക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ PVC കോൺഡ്യൂട്ട് പൈപ്പിനെ നമ്മൾ 2ആയിട്ട് മുറിക്കുന്നതാണ്. നമ്മൾക്ക് 2ആയിട്ട് മുറിച്ചതിന് ശേഷം നമുക്ക് നമ്മളെ കാർബോണിൻ്റെ തൊട്ട് നമുക്ക് ഒട്ടിക്കേണ്ടതുണ്ട്. ഈ PVCയിലൂടെ ആയിരിക്കും നമ്മുടെ മൂവിങ് പാർട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് മുറിക്കാം. നമ്മൾ ഇതിലിങ്ങനെ ഒരു ചാനൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വരയ്ക്കണം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് അത് നമ്മളൊക്കെ ടെർമോക്കോളിൻ്റെ പീസ് മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചാനൽ. അത് ഇൻസുലേഷനെ പൊട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റൗണ്ട് ഭാഗത്ത് നമ്മൾ ഈ ചെയ്ത ഭാഗത്ത് നമ്മളിവിടെ ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഫിക്സ് ചെയ്ത ഭാഗം നമുക്കിനി ഇതിൻ്റെ സെയിം ഒരു പാർട്ടാണ്. ഇതുമായിട്ടാണ് നമ്മൾ നമ്മുടെ കാർഡ്ബോർഡ് ബോക്സിൻ്റെ ഈ ഒരു ചാനലിൽ ഫിക്സ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ ഫിക്സ് ചെയ്യാൻ നോക്കാം. ഇനി ഈ ഭാഗത്താണ് നമ്മൾ ഇത് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഫസ്റ്റ് നമ്മളത് ഇറക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു സ്ക്വയർ പീസ് നമ്മൾ കണക്ട് ചെയ്യുക. അതിനുശേഷം അതിനെ നട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് ഒരു ആവറേജ് ടൈറ്റ് മതി. നമുക്ക് ഒന്ന് ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ടൈറ്റ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മൂവിങ് പാർട്ട് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിലാണ് നമ്മൾ കുപ്പി ഫിക്സ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അടുത്ത ഹീറ്റിംഗ് ഓയിൽ നമുക്ക് ഫിക്സ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു അലുമിനിയം പൈപ്പിനെ 11 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ 2 പീസ് എടുക്കുക. 11 സെൻറ്റിമീറ്ററിൻ്റെ 2 പീസ് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ജസ്റ്റ് നമുക്കൊരു ഗ്യാപ്പ് ഇവിടെ ഒരു 15 സെൻറ്റിമീറ്റർ. ഇത് നമ്മുടെ കട്ടിങ് ഭാഗം പോയിട്ട് വരുന്ന പീസാണ്. അപ്പോൾ നമുക്കിതിനെ 2 പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അടുത്തതായി നമ്മളിതൊരു PVC പൈപ്പ് എടുക്കുക. PVC കോൺഡ്യൂട്ട് പൈപ്പിനെ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു പീസ് നമുക്ക് ഒട്ടിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു പീസ് നമുക്ക് ഒട്ടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനെ 2ആയിട്ട് മുറിക്കുക.
അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹീറ്റിംഗ് കോയിൽ എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ നിക്രോം വെയർ നമ്മൾ എടുക്കുക. നിക്രോം വെയറിൻ്റെ ഒരറ്റം നമുക്ക് ലെഗ് ചെയ്യുക. ഈ ഒരു കോപ്പർ ലെഗ് വെച്ച് നമ്മൾ ലെഗ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിക്രോം വെയറിൻ്റെ തുമ്പറ്റ ജസ്റ്റ് നമ്മളൊന്ന് മടക്കി കൊടുക്കുക. കാരണം ഇത് നമ്മളെ ലെഗിൽ ടൈറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ ഇങ്ങനെ ജസ്റ്റ് വെച്ചതിന് ശേഷം പ്ലെയറിൻ്റെ തലക്കൊണ്ട് ജസ്റ്റ് ഒന്ന് വെക്കുക. നമ്മളെ നിക്രോം വെയർ ഒരു എൻഡ് നല്ല ടൈറ്റായി കഴിഞ്ഞിട്ടുണ്ട്. മറ്റേ എൻഡ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. അത് നമുക്കായിട്ട് ഹീറ്റിംഗ് ഓയിൽ ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. ഹീറ്റിംഗ് ഓയിൽ ഫിക്സ് ചെയ്യാൻ ഈ ഒരു പാർട്ട് നമ്മൾ ഫ്രണ്ട് സൈഡ് ഹോൾ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഈ ഹീറ്റിംഗ് ഓയിൽ വെച്ച ശേഷം നമുക്ക് ഒരു നട്ടും വാഷറും എടുത്തിട്ട് നമുക്കിങ്ങനെ കൊടുക്കാം. ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഇങ്ങനെ കൊടുക്കാം. ഇത് കൊടുത്തതിന് ശേഷം ബാക്ക് സൈഡ് നമ്മളൊരു വാഷർ ഇട്ടിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. ബാക്ക് നമ്മളൊരു വാഷർ ഇട്ട് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹീറ്റിംഗ് ഓയിൽ ഇങ്ങനെ ഫിക്സായി. ഇത് നമുക്ക് ഫിക്സിങ് ആണ്. ഇനി അടുത്ത് ഈ ഒരു പാർട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഇതിലാണ് നമുക്ക് കുപ്പിയുടെ സൈസിനനുസരിച്ച് നമുക്ക് ഹീറ്റിംഗ് ഓയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ രണ്ട് പാർട്ട് നമ്മൾ ഹോൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നമുക്കൊന്നും കൂടെ നമുക്ക് ഇതിൻ്റെ പൊസിഷനിലൂടെ നോക്കാം. ഓക്കെ ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ നിക്രോം വയർ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഇങ്ങനെ ഒരു ചാനൽ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇതിലാണ് നമ്മളെ കുപ്പി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് കുപ്പി എടുക്കുക. ജസ്റ്റ് ഇതിൻ്റെ അകത്തോട്ട് ഇറക്കി വെച്ച് നോക്കുക. ഇങ്ങനെയാണ് നമ്മുടെ കുപ്പി നമുക്ക് ഇവിടെ വയ്ക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇനി ഇതിൻ്റെ കൂടെ കണക്ഷൻ നമുക്ക് അഡ്ജസ്റ്റബിൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഉള്ള ഇത് നമുക്ക് നോക്കാം. അഡ്ജസ്റ്റ് എങ്ങനെ നമുക്ക് വയ്ക്കേണ്ടത് നോക്കാം. അടുത്ത നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ 2 പീസ് എടുക്കുക. ഈ 2 പീസാണ് ഈ പീസിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മുടെ കോയിൽ ഇങ്ങനെ ഇറങ്ങി പോകുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതാണ് നമ്മളിപ്പോൾ ചെയ്ത സാധനം. നിങ്ങളെല്ലാവരും കണ്ടല്ലോ, ഇങ്ങനെയാണ് ഇത് ഫിക്സ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇത് നല്ല ടൈറ്റായിട്ട് ഇവിടെ ഫിക്സ് ചെയ്യിപ്പിക്കണം. അതിനുവേണ്ടി ഇവിടെ നമുക്കൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിനി ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ട്രാൻസ്ഫോമർ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അലുമിനിയത്തിൽ നിന്ന് വരുന്ന വയർ, അതായത് അലുമിനിയം നമ്മൾ കോയിൽ കണക്ട് ചെയ്തിരിക്കുന്ന വയർ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി സൈഡിലാണ് വരേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രില്ല് കൊണ്ട് 2 ഹോൾ അടിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ആ ഹോൾ വഴിയിട്ടാണ് നമ്മൾ ആ വയേഴ്സ് പുറത്തെടുക്കുന്നത്. എന്നിട്ട് നമ്മളൊരു കുപ്പി അകത്ത് വെച്ച് നമുക്ക് ആ കോയിലിൻ്റെ ഷേപ്പ് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ബാക്ക് സൈഡാണ്. എന്നിട്ട് ആ ബാക്ക് സൈഡിൽ വരുന്ന നമ്മൾ അലുമിനിയത്തിൻ്റെ ആ വയർ എടുത്തിട്ട് നമ്മൾ നേരെ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി സൈഡിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യാണ്. ഇത് 24 വോൾട്ടാണ് നമ്മൾ 2 സൈഡായിട്ട് കൊടുക്കുന്നത്. 24 വോൾട്ടാണ് നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ 24 വോൾട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അടുത്ത നമുക്ക് സ്വിച്ച് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്വിച്ച് ഇവിടെ വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇതിൽ നമുക്ക് ഈ സ്വിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ റെക്ടിഫയർ ഇവിടെ ഈ കപ്പാസിറ്ററിൻ്റെ ഭാഗത്ത് നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ചെറിയ പീസ് എടുക്കണം. അതെടുത്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇങ്ങനെ സോൾഡ് കൊടുക്കാം. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു ഡുവൽ ചാനൽ റെക്ടിഫയർ ഉണ്ടാണ്.
പൊട്ടിയിരിക്കുന്നു. ഫ്രണ്ട്സ് നമ്മുടെ മാജിക് മൊമെന്റ് കുപ്പി അവസാനം പൊട്ടിയിരിക്കുകയാണ്. പൊട്ടിയിരിക്കുന്നു. അവസാനം ഇത് പൊട്ടി. കാരണം ഇത് കുറച്ച് നല്ല കട്ടിയുള്ള കുപ്പിയാണ്. നമ്മൾ ബിയർ ബോട്ടിൽ തന്നെയല്ല, മാജിക് മൊമെന്റ് കുറച്ച് നല്ല കട്ടിയുള്ള കുപ്പി ആയതുകൊണ്ട് ഇത്തിരി നേരെ എടുത്തായിരുന്നു അതൊന്ന് പൊട്ടി വരാനായിട്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ പൊട്ടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് അനന്തുവിൻ്റെ ബീറ്റ ഫിഷിനെ വളർത്താൻ കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ജിം റൂട്ടൻ ഇതിൽ സുഖമായി ഓടിക്കളിക്കുന്നുണ്ട്, നിങ്ങൾക്കെല്ലാം കാണാം. ഇതുവഴി നോക്കുമ്പോൾ നല്ല രസമുണ്ട് ഒന്ന് കാണാൻ. നമ്മുടെ ജിം റൂട്ടനെ ഒന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബോട്ടിൽ കട്ടർ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. AK-47 signing off.